Hi viewers, today we are going to discuss about research process. റിസർച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ റിസർച്ച് എങ്ങനെയാണ് നടത്തേണ്ടുന്നത്, അതാണ് റിസർച്ച് പ്രോസസ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിസർച്ച് പ്രോസസ്സിനകത്തുള്ള സ്റ്റെപ്സ്, റിസർച്ച് പ്രോസസ്സ് എങ്ങനെയാണ് നടത്തേണ്ടുന്നത് അവ താഴെ പറയും വിധമാണ്. ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, problem definition, formulation of hypothesis, research proposal, developing of research design, execution of project, analysis of data and reporting of the result. ഇത്രയുമാണ് പ്രധാനമായിട്ടും റിസർച്ചിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇത് നമുക്ക് പല വീഡിയോസിലായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം മുതൽ പ്രോബ്ലം ഡെഫിനിഷൻ വരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം. To start a research, first of all, need to discover the problem which demands solution. The best way to identify the problem would be to look for unsolved queries. The researcher should take care that problem should be one which can be identified and formulated. ഒരു റിസർച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെയും ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം, ഒരു പ്രോബ്ലം കണ്ടുപിടിക്കണം. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടുന്നത്? ഒരു സൊല്യൂഷൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഉത്തരം ആവശ്യമായിട്ടുള്ള ഒരു ചോദ്യം, ഇതുവരെ ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ചോദ്യം, അത് ഏതൊരു മേഖലയിലുമാകാം. അപ്പോൾ ഈ പ്രോബ്ലം, ഈ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് അത് വേണമെങ്കിൽ സയൻസിൽ തന്നെയാകാം, മാനേജ്മെൻറ്റിലാകാം, മാത്തമാറ്റിക്സിലാകാം, എക്കണോമിക്സിലാകാം, സോഷ്യോളജിയിലാകാം, അത് ഏതൊരു മേഖലയിലുമാകാം. ഇത്തരത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇതുവരെയും ഒരു ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു ചോദ്യം, അപ്പോൾ ഇതൊക്കെ റിസർച്ചിന് വിഷയമാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. The researcher should take care that the problem should be one which can be identified and formulated. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് കുറയുകയാണ്. അപ്പോൾ കമ്പനി പ്രോഫിറ്റ് കുറയുമ്പോൾ ഇൻഫോർമലായിട്ട് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ്, ഒന്ന് വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ കമ്പനിക്ക് മനസ്സിലാകുന്നു അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പോരായ്മയാണ് അതിൻ്റെ സെയിൽസ് കുറയാൻ കാരണം. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പഠനം നടത്തേണ്ടുന്നത് പ്രോഫിറ്റ് എന്തുകൊണ്ട് കുറഞ്ഞു അല്ലെങ്കിൽ സെയിൽസ് എന്തുകൊണ്ട് കുറഞ്ഞു എന്നതല്ല, അഡ്വർടൈസ്മെൻറ്റ് മികച്ചതാക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രോബ്ലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതിനെ വേണം തിരഞ്ഞെടുക്കാൻ. അവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ളതല്ല. അതിനകത്ത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ റിസർച്ച് ചെയ്യേണ്ടുന്ന അഡ്വർടൈസ്മെൻറ്റിനെ എങ്ങനെ മികച്ചതാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഒരു പ്രോബ്ലമായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഒരു റിസർച്ചിന് പറ്റിയ പ്രോബ്ലമായിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോബ്ലം ആയിരിക്കണം. എല്ലാ പ്രോബ്ലത്തിനും റിസർച്ച് ആവശ്യമില്ല. ഒരു ഓർഗനൈസേഷനിൽ വളരെ ചെറിയ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിനകത്തെല്ലാം ഇപ്പോൾ റിസർച്ച് നടത്താൻ പറ്റില്ല. അപ്പോൾ റിസർച്ച് നടത്താൻ പറ്റിയ രീതിയിലുള്ളൊരു പ്രോബ്ലം ആയിരിക്കണം. ഒരു റിസർച്ചിന് പര്യാപ്തമായ രീതിയിലുള്ളൊരു ടോപ്പിക്കായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോബ്ലം ആയിരിക്കണം. അപ്പോൾ അത്തരം ഉള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അത് കണ്ടുപിടിക്കണം.
അതെല്ലാ മേഖലകളിലുമുണ്ട്. അതാണൊരു റിസർച്ചർ ചെയ്യേണ്ടുന്നത്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത റിസർച്ച് എന്താണ്? ഇനി അഥവാ നേരത്തെ ഏതെങ്കിലും ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആ റിസർച്ചിനകത്ത് തന്നെയും കണ്ടുപിടിക്കാത്ത, പഠന വിഷയമാക്കാത്ത ചില കാര്യങ്ങളുണ്ട് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനകത്ത്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസർച്ചിന് പറ്റിയ ഒരു പ്രോബ്ലം ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഒരു റിസർച്ചർ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് നൽകിയിട്ടുള്ള വെൽഫെയർ മെഷേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ടു സ്റ്റഡി ദ വെൽഫെയർ മെഷേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്പനി എന്നതാണ് റിസർച്ചർ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്. അപ്പോൾ അതിനെ നമ്മൾ യഥാർത്ഥത്തിലൊരു പ്രോബ്ലം ആ രീതിയിലാണ് പറയുക. കാരണം അവിടെ പഠിക്കേണ്ടുന്നത് അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് നൽകിയിട്ടുള്ള വെൽഫെയർ മെഷേഴ്സ് മികച്ചതാണോ. ടു സ്റ്റഡി ദ വെൽഫെയർ മെഷേഴ്സ് ഓഫ് ദ എംപ്ലോയീസ്. ഇനി കമ്പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. അവിടുത്തെ വെൽഫെയർ മെഷേഴ്സ് മികച്ചതാണോ, അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇനി അത് മികച്ചതാക്കാൻ എന്താണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന വിഷയത്തിനെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 6th സെമസ്റ്ററിൽ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടോപ്പിക്സ് തിരഞ്ഞെടുത്ത് വയ്ക്കുക. ഇപ്പോഴേ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു മേഖലയാണെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റോ മാർക്കറ്റിങ്ങോ അതോ ഫിനാൻസോ, ഇതിലേതാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെന്ന് നിങ്ങൾ തന്നെയും മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ടോപ്പിക്ക് കണ്ടുപിടിച്ച് ഇപ്പോഴേ വയ്ക്കണം. അടുത്തത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. The next step is to become familiar with the problem and formulate it clearly. Literature survey involves a comprehensive review of published and unpublished work from the secondary source of data available in the relevant area of study. ഇനി നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ, ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, അതാണ് നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. ഇനി അടുത്തതായി നമുക്ക് റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഇത്രയുമേ ധാരണയുണ്ടാവും. അഡ്വർടൈസ്മെൻറ്റ് മെച്ചപ്പെടുത്തുക എന്നുള്ളത് ആണ് ചെയ്യേണ്ടുന്ന റിസർച്ച്. പിന്നെ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് കുറച്ചൊക്കെ എന്തൊക്കെയോ ഒന്ന് അറിയാം. മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക റിസർച്ചർ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണയൊക്കെ ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്നൊക്കെ. പക്ഷെ ആ അറിവ് കൊണ്ട് റിസർച്ച് ചെയ്യുന്നത് സാധ്യമല്ല. അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനകത്ത് എത്രയോ കാര്യങ്ങളുണ്ടെന്നറിയാമോ, മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പ്രോബ്ലത്തിനെ നന്നായിട്ട് ഒന്ന് ഫെമിലിയർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, ആ പ്രോബ്ലത്തിനെ ശരിയായിട്ട് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അറിഞ്ഞെങ്കിൽ മാത്രമേ, ആ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു റിസർച്ചിന് പര്യാപ്തമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോർമുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് മികച്ചതാകാൻ റിസർച്ച് ചെയ്യുക, അത്രയുമാണ് റിസർച്ചർക്ക് അറിയാവുന്നത്. അതിനൊരു പ്രോബ്ലമായിട്ട് റിസർച്ചിന് പര്യാപ്തമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ലിറ്ററേച്ചർ സർവേ, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയും. എന്താണിത്?
ഈ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു വിഷയത്തിലാണോ റിസർച്ച് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പബ്ലിഷ് ചെയ്തതും പബ്ലിഷ് ചെയ്യാത്തതുമൊക്കെയുമായിട്ടുള്ള ധാരാളം വർക്കുകൾ, ഓരോരുത്തരും എഴുതിയിട്ടുള്ള ധാരാളം പുസ്തകങ്ങളുണ്ടാകും, മാഗസിനിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളും പബ്ലിഷ് ചെയ്തതും പബ്ലിഷ് ചെയ്യാത്തതുമൊക്കെ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം എന്താണ്, റിവ്യൂ ചെയ്യും. അതെല്ലാം എടുത്ത് നോക്കിയാണ് എന്തൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു അഡ്വർടൈസ്മെൻറ്റ് മികച്ചതാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചെല്ലാമുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ മറ്റാരെങ്കിലും എഴുതിയ പബ്ലിഷ് ചെയ്യാത്തതൊക്കെ ആയിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ ഈ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുൻപ് പലരും എഴുതിയിട്ടുള്ള വർക്കുകൾ നോക്കുന്നു. അപ്പോൾ അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റിൽ തന്നെയും റിസർച്ച് ചെയ്തിട്ടുള്ളവരുണ്ടാകാം. അപ്പോൾ അത് നോക്കാം. അഡ്വർടൈസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മുൻപ് ആരെങ്കിലും ഒക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോജക്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് നോക്കാം. അപ്പോൾ ഇതിനെല്ലാം സെക്കൻഡറി ഡേറ്റ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്? മറ്റാരോ കണ്ടുപിടിച്ച് വർക്ക്, അതായത് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. മുൻപ് ആരെങ്കിലും വർക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ഒരാൾ വായിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അതൊരു സെക്കൻഡറി ഡേറ്റയാണ്. അപ്പോൾ ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്തതോ പബ്ലിഷ് ചെയ്യാത്തതോ ആയിട്ടുള്ള ധാരാളം സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ ഉണ്ടാകും. ഏതൊരു റിസർച്ചറും റിസർച്ച് ചെയ്താൽ ആ മേഖലയിലൊക്കെ ഉണ്ടാകും, കുറച്ചെങ്കിലും ഉണ്ടാകും. അവയിലൂടെയൊക്കെയും എന്താണ് കടന്നു പോകുന്നതിനെയാണ്, അതിനെല്ലാം റിവ്യൂ ചെയ്യുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നേരെ അങ്ങ് റിസർച്ചിൻ്റെ ടോപ്പിക്ക് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഏതൊരു ടോപ്പിക്കാണോ എടുക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾ വായിക്കണം. ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾ നേടണം. അപ്പോൾ ആ ടോപ്പിക്കുള്ള ഏതൊക്കെ ബുക്കുകളാണോ ഏതൊക്കെ മാഗസിനാണോ അത് ഓൺലൈൻ സോഴ്സസ് ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാം. അതിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റിസർച്ച് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രോബ്ലം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തതോ പബ്ലിഷ് ചെയ്യാത്തതോ ആയിട്ടുള്ള, പബ്ലിഷ് ചെയ്യാത്ത വർക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഏതാണെങ്കിലും അവയൊക്കെയും റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയെടുക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റ് വിവരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചിന്, നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ ഇവയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇത്തരം വിവരങ്ങൾ, ഇത്തരം ഡേറ്റ നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. കാരണം അത് മറ്റൊരാൾ ഓൾറെഡി തയ്യാറാക്കിയതായതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചത് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്നതിന് പ്രൈമറി ഡേറ്റ എന്നാണ് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുമുണ്ട്. അടുത്തതായി പ്രോബ്ലം ഡെഫിനിഷൻ. Initially the focus of the problem is not well defined. After the literature review, the researcher is in a position to formulate the problem clearly. അപ്പോൾ ആദ്യം നമ്മൾ ഒരു റിസർച്ച് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്ക് അത് ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മുടെ എക്സാമ്പിളിലൂടെ തന്നെയാണെങ്കിലും അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് ഒരു റിസർച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ആ കമ്പനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏതാണ്, അങ്ങനെ എന്തെങ്കിലും രീതിയിലായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ പ്രോബ്ലം ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. പ്രോബ്ലം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പം നിങ്ങൾ 6th സെമസ്റ്ററിൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ടൈറ്റിലുണ്ട്.
അതാണ് നിങ്ങൾ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയേറെ ചിന്തകൾക്ക് ശേഷം, ലിറ്ററേച്ചർ റിവ്യൂവിനൊക്കെ ശേഷമാണ് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യമൊന്നും നിങ്ങൾക്ക് ഇതാണ് ടോപ്പിക്ക് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നതാണ് ടോപ്പിക് എന്ന് പറഞ്ഞ് വെറുതെ ടു സ്റ്റഡി ഓൺ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ ഏത് കാര്യത്തിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നു എന്നത് അവിടെ വ്യക്തമായിരിക്കണം. അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏതൊരു പ്രോബ്ലത്തിലാണോ റിസർച്ച് ചെയ്യേണ്ടുന്നത് അത് കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫോർമുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഏതൊരു ടോപ്പിക്കിലാണോ അല്ലെ എന്തിലാണോ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടുന്നത് അതിലേക്ക് എത്തുന്നതിനെയാണ് ഈ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ആ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂവിന് ശേഷമേ സാധിക്കുകയുള്ളൂ. ലിറ്ററേച്ചർ റിവ്യൂ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ബോധ്യമാകുന്നത് നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലത്തിനെ ഒരു റിസർച്ചിന് പറ്റിയ രീതിയിലേക്ക് മാറ്റാം, റിസർച്ചിന് പറ്റിയ നമുക്ക് പറ്റിയ റിസർച്ചിലേക്ക് ഇതിനെ മാറ്റാം, ഈ ടോപ്പിക്കിനെ മാറ്റാം, ഈ പ്രോബ്ലത്തിനെ മാറ്റാം. കാരണം മുൻപ് പലരും അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ടാകാം. അപ്പം മുൻപ് പലരും ചെയ്തതൊക്കെയാണ്, നമുക്കത് ആവശ്യമില്ല, നമ്മളത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട. ഇനി അഥവാ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ മുൻപ് പലരും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുക്കാത്ത ചില വിഷയങ്ങളുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് തന്നെ എത്രയോ വളരെ സാധ്യതയുള്ളൊരു വിഷയമാണ്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് റിസർച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ എല്ലാവരും തിരഞ്ഞെടുക്കണമെന്നില്ല. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അഡ്വർടൈസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തും ആ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ളതും രീതിയിലാണ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യേണ്ടുന്നത്. അപ്പോൾ പ്രോബ്ലം ഡിഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കത്തിൽ പ്രോബ്ലം ശരിയായിട്ടുള്ള രീതിയിൽ ഒരിക്കലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. കൃത്യമായിട്ട് ഏതിലാണ് റിസർച്ച് ചെയ്യേണ്ടതെന്ന് റിസർച്ചർക്ക് അറിയണമെന്നില്ല. പിന്നീട് ലിറ്ററേച്ചർ റിവ്യൂവിന് ശേഷമായിരിക്കും ആ പ്രോബ്ലം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ ആയിരിക്കും ഒരു റിസർച്ചർ അറിയുന്നത് പോലും ഇത്രയേറെ കാര്യങ്ങൾ ഈ ഒരു പഠന മേഖലയിലുണ്ടോ എന്ന് പോലും. അപ്പോൾ അതിനകത്ത് നിന്ന് ആ റിസർച്ചിന് പറ്റിയ രീതിയിലുള്ളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യും. പ്രോബ്ലം ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനെ ഒരു റിസർച്ചിന് പറ്റിയ രീതിയിൽ ഡിഫൈൻ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇതാണ് റിസർച്ചർ ചെയ്യേണ്ടുന്ന, ലിറ്ററേച്ചർ റിവ്യൂവിന് ശേഷം ഒരു റിസർച്ചർ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്. കൃത്യമായിട്ട് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ റിസർച്ചിന് പറ്റിയ രീതിയിൽ ആ റിസർച്ചിൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയ പ്രോബ്ലത്തിന് റിസർച്ചിന് പറ്റിയ രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യുക, വളരെ ക്ലിയറായിട്ട് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ പ്രോബ്ലം ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഏത് മേഖലയിലാണ്, ഏതൊരു ഏരിയയിലാണ് നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തിയിട്ട് നിങ്ങളുടെ ടോപ്പിക് ഏതാണെന്ന് ക്ലിയറായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. അതിലായിരിക്കണം നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യേണ്ടുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ?